തൃശ്ശൂർ കൂടൽമാണിക്യം ക്ഷേത്രത്തിലും ആന ഇടഞ്ഞുള്ള സംഭവം ഉണ്ടായിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ പുതിയ അപ്ഡേറ്റിലേക്ക് എത്തുകയാണ്. പാപ്പാനെ ചവിട്ടിക്കൊലപ്പെടുത്തി എന്നതാണ് ഏറ്റവും പുതിയ വാർത്ത. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിലാണ് ഉത്സവത്തിന് എത്തിച്ചപ്പോൾ ആന ഇടഞ്ഞ് അപകടം ഉണ്ടായത്. കഴിഞ്ഞ ദിവസം രാത്രി വിളക്ക് എഴുന്നള്ളിപ്പിനിടെ ഇതേ ആന ഇടഞ്ഞിരുന്നു എന്നതും വളരെ പ്രധാനപ്പെട്ടതാണ്. പിന്നീട് ഈ ആനയെ കൊണ്ട് കെട്ടിയ ശേഷം, അതായത് നിയന്ത്രിച്ചുകൊണ്ട് കെട്ടിയിരുന്ന സ്ഥലം, അതായത് അവിടെ വെച്ച് അക്രമാസക്തനായി ആനയെ തളച്ചിരുന്ന പറമ്പിലെ താൽക്കാലിക ഷെഡ് തകർക്കുകയും പാപ്പാന്മാരെ ആക്രമിക്കുകയും ചെയ്യുകയായിരുന്നു എന്നാണ് വളരെ ഖേദകരമായ വാർത്ത. ഈ ദിവസം രണ്ടാമത്തെ വാർത്തയായി വരുന്ന ആക്രമണത്തിൽ 2 പേർക്ക് പരിക്കേറ്റു. അതും പാപ്പാന്മാരാണ്. 2ാം പാപ്പാൻ ഉൾപ്പെടെയുള്ളവർക്കാണ് പരിക്കേറ്റതെന്നുകൂടി അറിയുകയാണ്. ലിഷോയ് ചേരുന്നുണ്ട്. ലിഷോയ്, എന്താണിപ്പോൾ നമുക്ക് പുതിയ വിവരങ്ങൾ വരുന്നത്? മരണപ്പെട്ട ആളുടെ വിവരം, അത് എങ്ങനെ സംഭവിച്ചു? പിന്നീട് തളയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട്, തളച്ച ശേഷം വലിയ അകലം ഇല്ലായിരുന്നോ ഈ സംഭവ സ്ഥലവുമായി ബന്ധപ്പെട്ട്, ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് അകലം സംബന്ധിച്ചൊക്കെയുള്ള കാര്യങ്ങൾ എന്താണ് പറയുന്നത്? പിന്നീട് 2 പേർക്ക് പരിക്കേറ്റ ആളുകൾ, അവരെക്കുറിച്ചുള്ള വിവരങ്ങൾ കൂടി. പരിക്കേറ്റവരിൽ ഒരാളാണ് ഈ മരിച്ച ശ്രീകുട്ടൻ എന്ന് പറയുന്നത്. 2ാമത്തെ വ്യക്തിയാണ് അമൽ എന്ന് പറയുന്നത്. 2 പേരും പാപ്പാന്മാരാണ്. ഈ ആനയെ ഇന്നലെ രാത്രി ആന ഇടഞ്ഞതിനെ തുടർന്ന് ചെറിയ ഒരു പ്രശ്നം അവിടെ ഉണ്ടായിരുന്നു. അതായത് 2 പേർ ആന ഇടഞ്ഞതിനെ തുടർന്ന് അവിടെ വീഴുകയും ഒക്കെ തന്നെ ചെയ്തിരുന്നു. പക്ഷെ അതോടുകൂടി ഈ ദേവസ്വം അധികൃതർ ഈ ആനയെ ഇനി യാതൊരു വിധത്തിലും ക്ഷേത്രത്തിന്റെ ചടങ്ങുകൾക്കോ മറ്റോ ഇറക്കേണ്ടതില്ല എന്ന് ആനയുടെ പാപ്പാന്മാർ ഉൾപ്പെടെയുള്ളവരോട് പറയുകയായിരുന്നു. അങ്ങനെ ആനയെ ഈ ക്ഷേത്രത്തിൽ നിന്ന് കുറച്ച് മാറിയുള്ള, അതായത് ഈ ആനകളെയൊക്കെ തന്നെ ഉത്സവങ്ങൾക്കും മറ്റു ചടങ്ങുകൾക്കുമായി കൊണ്ടുവരുമ്പോൾ കെട്ടുന്ന ആനപ്പന്തി, താൽക്കാലിക ആനപ്പന്തിയാണ് അവിടെ കെട്ടിയിരിക്കുകയായിരുന്നു. ഇവിടെ കെട്ടിയിരുന്ന സമയത്ത് ഇന്നലെ രാത്രി മുതൽ ആനയെ അവിടെ തളച്ചിരിക്കുകയായിരുന്നു. എന്നാൽ അതേസമയം തന്നെ ഇന്ന് ഉച്ചയോടുകൂടി ആന വീണ്ടും ഇടയുകയായിരുന്നു. ആന വീണ്ടും ഇടഞ്ഞപ്പോൾ കൂടുതൽ അക്രമാസക്തനായി. മാത്രമല്ല, ഈ ആനയെ തളച്ചിരുന്ന അതൊരു ഷെഡായിരുന്നു. ആ ഷെഡിന്റെ മേൽക്കൂര ഉൾപ്പെടെയുള്ളവ വലിച്ച് നിലത്തിടുകയും കൂടാതെ ഈ ആനയെ തളയ്ക്കാനായി ശ്രമിക്കുന്നതിനിടെ ഈ 2 പാപ്പാന്മാരും ഉണ്ടായിരുന്നു. അവർക്ക് 2 പേർക്കും ഈ തരത്തിൽ പരിക്കേൽക്കുകയും ചെയ്തു. അതിൽ ഒരാൾക്ക് ചവിട്ടേൽക്കുകയാണ് ചെയ്തത്. ഈ ശ്രീകുട്ടനെ ചവിട്ടേറ്റിരുന്നു. അങ്ങനെയാണ് അദ്ദേഹം മരിച്ചത്. ഈ ആശുപത്രിയിൽ എത്തിച്ച ശേഷമാണ് മരണം സംഭവിച്ചത്. ആനയെ മറ്റ് ചടങ്ങുകൾക്കോ ഒന്നും തന്നെ ഇറക്കേണ്ടതില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ആളുകളുള്ള ഒരു ഇടത്തല്ല ഇത്തരത്തിൽ ഈ ആന ഇടഞ്ഞത് എന്നുള്ളത് ആശ്വാസകരമായ കാര്യമാണ്. അതേസമയം തന്നെ ആന ഇപ്പോൾ അക്രമാസക്തനല്ല. അതുകൊണ്ട് തന്നെ മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ നിലവിലില്ല. പക്ഷെ അതേസമയം തന്നെ ഇത്തരത്തിൽ ഒരു പാപ്പാന് ജീവൻ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ആനയെ ഇത്തരത്തിൽ ഈ ക്ഷേത്രത്തിനോട് ചേർന്നുള്ള ഒരു ആനപ്പന്തിയുണ്ട്. സാധാരണഗതിയിൽ മറ്റ് ആനകളെയൊക്കെ തന്നെ അവിടെ തന്നെയാണ് കെട്ടാറുള്ളത്. ഈ ഉത്സവത്തിനും മറ്റ് ചടങ്ങുകൾക്കും ഒക്കെയായി. ഇന്നലത്തെ വിളക്കെഴുന്നള്ളിപ്പിനിടയിലാണ് ഇത്തരത്തിൽ ഈ ആന ഇടഞ്ഞത് ആദ്യഘട്ടത്തിൽ. അതിനുശേഷമാണ് ആനയെ ഈ ഉത്സവ ചടങ്ങുകളിൽ നിന്ന് മാറ്റി നിർത്താനായി ദേവസ്വം അധികൃതർ തീരുമാനിച്ചത്. അതുകൊണ്ട് തന്നെ മറ്റ് കൂടുതൽ ആളുകൾക്കൊന്നും തന്നെ ഇതിൽ സാധാരണ ഈ ഉത്സവം കാണാൻ എത്തിയവർക്കോ ദേവസ്വം അതുമായി ബന്ധപ്പെട്ട ആളുകൾക്കോ ഒന്നും തന്നെ പരിക്കേറ്റിട്ടില്ല, അല്ലെങ്കിൽ ഈ ആക്രമണത്തിൽ മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. അതേസമയം ഈ ആന കെട്ടിയിരുന്ന ഇടത്ത് തന്നെ ആക്രമണം നടത്തിയതിനാൽ തന്നെ 2 പാപ്പാന്മാർക്കാണ് പരിക്കേറ്റിട്ടുള്ളത്. ശരി, ലിഷോയാണ് വിവരങ്ങൾ നൽകിയത്. കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ ഉത്സവത്തിനായി എത്തിച്ച ആനയാണ് പാപ്പാനെ ചവിട്ടിക്കൊലപ്പെടുത്തിയത്. ഒരാൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു.